ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് നിങ്ങൾ സാധാരണ ശ്രദ്ധിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടാവും. ഇപ്പോൾ അവാർഡുകൾ അല്ലേ, പുരസ്കാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും, അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. എന്നാൽ വളരെ ഇമ്പോർട്ടൻറ്റും PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഈ LGSന് ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചില വിവരങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫാക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ഏത് ഇനത്തിലാണ് മെഡൽ നേടിയത്? ജാവലിനാണ്, ജാവലിൻ ത്രോ. നമ്മൾ വിശദമായി ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് നടത്തിയിട്ടുണ്ട്, അതൊന്ന് കാണുക. ഓക്കെ, ജാവലിൻ ത്രോയിലാണ്. പാരീസ് ഒളിമ്പിക്സ് ആണ്, പാരീസിലാണ് പ്രാവശ്യത്തെ 2024 ഒളിമ്പിക്സ് നടന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മാസ്ക്, ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഫ്രിഡ്ജ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഗെയിംസ് വൈഡ് ഓപ്പൺ, അതാണ് അതിൻ്റെ എന്ന് പറയുന്നത്. ഗെയിംസ് വൈഡ് ഓപ്പൺ ആണ് പ്രാവശ്യത്തെ മുദ്രാവാക്യം എന്ന് പറയും. ക്ലിയർ? ബാക്കി കാര്യങ്ങളും കൂടി ഓർക്കണം. ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ ശ്രദ്ധിക്കാതെ പെടാതെ പോയ കാര്യങ്ങൾ ഒന്ന് പറയുകയാണ്. ഇപ്പോൾ നീരജ് ചോപ്ര 89.45 മീറ്റർ ദൂരം എറിഞ്ഞ് ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടി. വെള്ളിയാണ് നീരജ് ചോപ്ര നേടിയത് എന്ന് ഓർമ്മിക്കുക, സ്വർണ്ണമല്ല. ഇത് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഒളിമ്പിക് മെഡലാണ്, അത് ഓർത്തിരിക്കണം. ഓക്കെ, ഇതോടെ 2 ഒളിമ്പിക് മെഡലുകൾ നേടുന്ന 5ാമത്തെ ഇന്ത്യൻ താരമായി. അതുപോലെ തന്നെ മനു ഭാക്കർ ഒളിമ്പിക് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. ചോദ്യം വരാം, മനു ഭാക്കർ ഒളിമ്പിക് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. നമ്മൾ ആ ഒളിമ്പിക്സിന്റെ കറണ്ട് അഫയേഴ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. മിക്സഡ് ടീം ഇനങ്ങളിൽ മെഡൽ നേടിയവർ ഒരൊറ്റ ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന സ്വതന്ത്ര ഇന്ത്യയിലുള്ള ആദ്യ കായിക താരവുമായി. മിക്സഡ് ഇതിലും അവർക്ക് കിട്ടി. അപ്പൊ 2 മെഡലുകൾ നേടുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ഒളിമ്പിക്സിൽ നിന്ന് 2 മെഡലുകൾ, ഒരേ ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ താരമായി. അതേസമയം നീരജ് ചോപ്ര 5ാമത്തെ താരമാണ് 2 ഒളിമ്പിക് മെഡലുകൾ നേടുന്ന. രണ്ടു തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ ഓർക്കേണ്ടത് സ്വപ്നിൽ കുസാലെ അല്ലേ, ആദ്യത്തെ, അതായത് ഇവര് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസിൽ ഇന്ത്യക്ക് ആദ്യ ഒളിമ്പിക് മെഡൽ നേടുകയാണ്. 50 മീറ്റർ റൈഫിളിൽ 3 പൊസിഷൻസിൽ. ഷൂട്ടിങ്ങിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു. മൊത്തത്തിൽ ഇന്ത്യ നേടിയത് 3 ഷൂട്ടിംഗ് മെഡലുകളാണ്, നന്നായിട്ട് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ലക്ഷ്യാസെൻ ഒന്ന് ഓർത്തിരിക്കണം. അവര് പുരുഷന്മാരുടെ ഒളിമ്പിക്സിൽ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമായി. ബാഡ്മിന്റൺ സെമി ഫൈനലിൽ എത്തുന്ന, പുരുഷന്മാരുടെ ബാഡ്മിന്റൺ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ലക്ഷ്യാസെൻ. ഓക്കെ, അദ്ദേഹത്തിന് മെഡലൊന്നും കിട്ടിയിട്ടില്ല, 4ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തതെങ്കിലും അത് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് മെഡലുകളൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ഓർത്തു വെക്കണം അല്ലേ, ഫൈനലിൽ എത്തി, പക്ഷേ 100 ഗ്രാം ഭാരക്കൂടുതൽ കാരണം അയോഗ്യയാക്കപ്പെട്ടു. ഇന്ത്യയുടെ ദുഃഖമായിരുന്നു വിനേഷ് ഫോഗട്ട്, അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അതുപോലെ തന്നെയാണ് നമ്മൾ AI-യുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അതിൽ വന്നിട്ടുള്ള ചില ഈ അടുത്തിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി മുതൽ നമ്മളൊരു സെപ്റ്റംബർ മാസം വരെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന കമ്പനിയാണ് ന്യൂറോലിങ്ക്. മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന കമ്പനി, മനുഷ്യന്റെ മസ്തിഷ്കത്തിലെ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന കമ്പനിയാണെന്ത്? ന്യൂറോലിങ്ക് കേട്ടോ, ന്യൂറോലിങ്ക്. ഇപ്പൊ ആരാ അതിന്റെ ഓണർ? നമ്മുടെ ഇലോൺ മസ്ക് തന്നെ, ഇലോൺ മസ്കിന്റെ കമ്പനിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃതിം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി കേന്ദ്രം. അതുപോലെ തന്നെ 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു കേട്ടോ. രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി 29 രാജ്യങ്ങൾ നടന്നത് ന്യൂഡൽഹിയിൽ ഈ വർഷമാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര കേട്ടോ, ഓർത്തു വെച്ചോളൂ. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊഫസറാണ് കൈരളി. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളിൽ നിന്ന്. ദേശീയ കുഷ്ഠനിവാരണ രോഗത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പ്, അതാണ് സ്പർശ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ പേരെന്താണ്? സ്പർശ്. പദ്ധതികൾ നിങ്ങൾ ഓർത്തു വെക്കണം. ദേശീയ കുഷ്ഠാരോഗ്യ ദിനം ജനുവരി 10 ആണ്. അടിസ്ഥാന സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുക, സർക്കാർ ആശുപത്രികളിലെ
രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത സംവിധാനമാണെന്ത്? ആർദ്രം മിഷൻ. നവകേരള മിഷന്റെ ഭാഗമാണ്. ഓക്കെ, ഓർത്തിരിക്കണം. അപ്പോൾ ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക ആരോഗ്യ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രമാണ് ഓട്ടിസം ബാധിച്ചവരുടെ പുരോഗതിക്കായി നടത്തുന്നതാണ്. ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന 2022-23 ആർദ്ര കേരളം പുരസ്കാരം മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാ? എറണാകുളമാണ്. ആർദ്ര കേരളം പുരസ്കാരം, കാരണം അതൊരു വളരെ പ്രധാനപ്പെട്ട പുരസ്കാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അതുപോലെ തന്നെ പൊന്നാനിയാണ് മികച്ച മുനിസിപ്പാലിറ്റി. ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയാണ്. ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിൽ എറണാകുളം ജില്ലയിലെ മണിയിടുമാണ്. ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റുകൾ നമ്മൾ മുന്നേ പറഞ്ഞു. അതുപോലെ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരാം. 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റിമാൽ ചുഴലിക്കാറ്റിന് ഏത് രാജ്യമാണ് ആ പേര് നൽകിയത്? റിമാലിന് ആ പേര് നൽകിയത് ഒമാനാണ്. റിമാൽ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത് ഒമാനാണ്. റിമാൽ എന്ന് പറഞ്ഞാൽ മണൽ എന്നാണ് അർത്ഥം. റിമാലിന്റെ അർത്ഥം എന്താണ്? മണൽ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഈ റിമാൽ ചുഴലിക്കാറ്റ് 2024 രൂപപ്പെട്ട ആദ്യത്തെ ചുഴലിക്കാറ്റാണ്. അപ്പൊ അതിന്റെ പേര് റിമാലാണ്. ബംഗാൾ ഉൾക്കടലിലാണ് രൂപപ്പെട്ടത്. പേര് നൽകിയത് ഒമാനാണ്. അപ്പൊ റിമാൽ ചുഴലിക്കാറ്റിന്റെ പേര് മണൽ എന്നാണ് അതിന്റെ ഒരർത്ഥം. റിമാൽ, ഒമാൻ, മണൽ ഒക്കെയിലും മാണ്ട് ട്ടോ. റിമാൽ, ഒമാൻ, മണൽ. മറ്റൊരു ചുഴലിക്കാറ്റാണ് ഹമൂൺ ചുഴലിക്കാറ്റ്. 2023 ഒക്ടോബറിലാണ്. അതും ബംഗാൾ ഉൾക്കടലിലാണ്. ഹമൂൺ. അപ്പൊ ഇവിടെ മാണ്ട് അല്ലെ? ഹമൂൺ ഒക്ടോബർ മാസം. ഹമൂണിന് പേര് നൽകിയത് ഇറാനാണ്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു ചുഴലിക്കാറ്റാണ് തേജ് ചുഴലിക്കാറ്റ്. തേജ് ചുഴലിക്കാറ്റിന് ആ പേര് നിർദ്ദേശിച്ചത് ഇന്ത്യയാണ്. ഓർത്തു വെച്ചോ, തേജിന് പേര് നിർദ്ദേശിച്ചത് ഇന്ത്യയാണ്. 2023 ഒക്ടോബറിലാണ്. അത് അറബിക്കടലിലാണ്, ബംഗാൾ ഉൾക്കടലല്ല. അതെവിടെയാണ്? അറബിക്കടലിലാണ്. മറ്റേ ചുഴലിക്കാറ്റുകളെ കുറിച്ച് നമ്മൾ മുന്നത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊന്ന് കണ്ടു നോക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ സബ്മറൈൻ ടൂറിസം അവതരിപ്പിക്കുന്ന ദ്വാരക ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ, ഞാൻ ഇത് ഉൾപ്പെടുത്താനുള്ള കാരണം ഇത്രയും ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ 2024 സെപ്റ്റംബർ വരെയുള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ, കേരളത്തിലെ ആദ്യത്തെ ഈ ചോദ്യങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ, കേരളത്തിലെ ആദ്യത്തെ ഇത്തരം ചോദ്യങ്ങളൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളൊക്കെ വെച്ച്, ഗ്രാമങ്ങൾ, പഞ്ചായത്തുകൾ വെച്ച് ഞാൻ തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ, നിങ്ങൾ ഇനി പുതുതായി പഠിക്കേണ്ട, ഇതുപോലുള്ളതൊക്കെ ഒന്ന് പഠിച്ചാൽ മതി. ഉണ്ടെങ്കിൽ റിവൈസ് ചെയ്ത് പോയാൽ മതി. നിങ്ങൾ പഠിച്ചതാണെങ്കിൽ അതൊന്നും കൂടി ഉറപ്പിച്ചോളൂ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സബ്മറൈൻ ടൂറിസം അവതരിപ്പിക്കുന്ന ദ്വാരക ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്താണ്. അത് ഏത് ദ്വീപിലാണ്? ബൈറ്റിലാണ്. ദ്വാരകയുടെ തീരത്തുള്ള, ഗുജറാത്തിലെ ദ്വാരകയുടെ തീരത്തുള്ള ബെറ്റിലാണ് ഈ പദ്ധതി നടക്കുന്നത്. ഒരു അന്തർവാഹിനി ടൂറിസം പദ്ധതിയാണിത്. മഡ്ഗാവ് ഡോക്ക് ലിമിറ്റഡുമായി ചേർന്നാണ് ഗുജറാത്ത് സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി നോക്കണം, മറ്റൊന്ന് ദ്വാരക എക്സ്പ്രസ് വേനെ കുറിച്ച് മനസ്സിലായിക്കൊള്ളൂ. 2024 മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ കേട്ടോ. രാജ്യത്തെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് വേ, എലിവേറ്റഡ് ഹൈവേ അത് ഏതാണെങ്കിൽ ദ്വാരക എക്സ്പ്രസ് വേ ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം, കേബിൾ സ്റ്റേ പാലം സുദർശൻ സേതു, അതും ഗുജറാത്താണ്. അത് ഓക്കെയെയും ബെറ്റ് ദ്വാരക ദ്വീപിനെയും ബന്ധിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറന്നു പോകാൻ പാടാത്തതാണ് വിഴിഞ്ഞം തുറമുഖം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, എങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. വിഴിഞ്ഞം കേരളത്തിൻ്റെ വലിയ പ്രതീക്ഷയാണ്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് മുന്നേ ചോദിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകരയുടെ പ്രത്യേകത എന്താ? നെയ്യാറ്റിൻകര താലൂക്കിന്റെ പ്രത്യേകത, കേരളത്തിലെ ഏറ്റവും തെക്കുള്ള താലൂക്കാണ് നെയ്യാറ്റിൻകര. അപ്പൊ വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിലാണ്. തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പായിരുന്നു സാൻ ഫെർണാണ്ടോ, അതും ശരിയാണ്. ഇത് രണ്ടും ശരിയാണ്. മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ, അതും ശരിയാണ്. പക്ഷേ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പൽ മറൈൻ അസൂറല്ല, അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ അവിടെ ആദ്യത്തെ മദർഷിപ്പ് ഏതാണ് നമുക്ക് പറയാം.
അപ്പൊ ആദ്യം വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ച് ഓർക്കുക. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ്. ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. ട്രാൻസ്ഷിപ്മെന്റ് സ്വീപോർട്ട് ആണ് വിഴിഞ്ഞം തുറമുഖം. ഇത് രണ്ടും ഓർത്തു വെക്കണം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ആദ്യത്തെ തുറമുഖം, ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ട് തുറമുഖം. സീപോർട്ട് തുറമുഖം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ തന്നെ വിഴിഞ്ഞമാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ചരക്ക് ഗതാഗത പാതയോട് തൊട്ടടുത്തുള്ള തുറമുഖമാണ്. രാജ്യത്തെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. PPP മാതൃകയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിനാണ് നടത്തിപ്പിച്ച മുതല. 40 വർഷത്തേക്കാണ് കരാർ. ഓക്കെ, ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ ഇനി വിഴിഞ്ഞം തുറമുഖമാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ വിദ്യ എസ് അയ്യറാണ്. അതുപോലെ തന്നെ അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ഓർത്തു വെക്കണം, ശ്രീകുമാർ നായരാണ് കേട്ടോ. ശ്രീകുമാർ നായരാണ്. ദിവസങ്ങളൊന്നും ഓർത്തു വെച്ചോളൂ. തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടിയാണ്. 2015 ഡിസംബർ 5-നാണ്. ബുദ്ധിമുട്ടൊന്നുമില്ല. 2015-ലാണ്, 5-ലാണ്, അവസാന മാസത്താണ്. വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പിന്റെ ഉദ്ഘാടനം 2024 ജൂലൈ 12-ന് പിണറായി വിജയനാണ്. വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പിന്റെ ഉദ്ഘാടനം നടത്തിയത് 2024 ജൂലൈ 12-ന് പിണറായി വിജയനാണ്. നോക്കൂ, ഇവിടെ 15/5, ഇവിടെ 24/12. പിടികിട്ടുന്നുണ്ടോ? അവിടെ ഡിസംബർ 12-ാം മാസം, ഇവിടെ ജൂലൈ 7-ാം മാസം. ഓക്കെ, ഉദ്ഘാടനം 2023 ഒക്ടോബർ 15-ന് നടന്നാണ്. ഉൾപ്പെടുന്ന താലൂക്ക് നെയ്യാറ്റിൻകര. അവിടുത്തെ MLA, കോവളത്തെ MLA ചോദിച്ചു. M വിൻസെന്റ് ആണ് കോവളത്തെ MLA. അതെന്തുകൊണ്ടാണ്? ഈ വിഴിഞ്ഞം പദ്ധതി വരുന്നതുകൊണ്ടാണ്. അത് ഉൾപ്പെടുന്ന നിയോജക മണ്ഡലം കോവളമാണ്. അവിടുത്തെ MLA M വിൻസെന്റ് ആണ്. അവിടുത്തെ ലൊക്കേഷൻ കോഡ് INNYYY1. ഓർത്തു വെക്കാൻ എളുപ്പമാണ്. ചോദിച്ചാൽ ഒരു മാർക്കുണ്ട് പോരും. INNYYY1. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ് ഏതാണ്? സാൻ ഫെർണാണ്ടോ ആണ്, നെതർലാൻഡ്. സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പൽ ഷെൻഹുവ 15, ചൈനയാണ്. ആദ്യത്തെ ചരക്ക് കപ്പൽ ഷെൻഹുവ, ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ. മറന്നു പോണ്ട കേട്ടോ. കാരണം അങ്ങനെ കണ്ടില്ലേ, നേരത്തെ വന്നപ്പോൾ മാറ്റി ചോദിച്ചു. അപ്പൊ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. രണ്ടാമത്തെ കപ്പൽ കൂടിയാണ് ഷെൻഹുവ. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷെൻഹുവ 29 കേട്ടോ, രണ്ടാമത്തേത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ്. 18 മീറ്റർ ആഴമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ടാണ്. ഓർത്തിരിക്കുക. അടുത്തത് 2024 ലോക പത്രമാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഇതൊക്കെ ചിലപ്പോൾ പഠിച്ചു പോയിട്ടുണ്ടാവും, മറന്നു പോയിട്ടുണ്ടാവും അല്ലേ, കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. 159, 159, 159 പത്രമാധ്യമത്തിന്റെ കാര്യത്തിൽ 189 അല്ലേ. ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് പത്രത്തെ വിളിക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ്. 149 അല്ല, നമ്മൾ 5ാമത്തെ എസ്റ്റേറ്റ് ആക്കിയിട്ടുണ്ട്. 159. അപ്പോൾ ഒറ്റ സംഖ്യയിൽ 1 ഉണ്ട്, 9 ഉണ്ട്, നടുവില് ഒരു 5 ഉണ്ട്. 3 അക്കം വേണമെങ്കിൽ 0 തുടങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ 1, 9 ഫോർത്ത് എസ്റ്റേറ്റ് അല്ല, ഫിഫ്ത്ത് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. 159. അങ്ങനെയാണ് ഞാൻ ഓർത്തു വെച്ചിട്ടുള്ളത്. 2023 ലോക പത്രമാധ്യമ സൂചികയിൽ 2023 നമുക്ക് 161 ആയിരുന്നു. 2 സ്ഥാനം നമ്മൾ ഇപ്രാവശ്യം മുന്നോട്ട് എത്തിയിട്ടുണ്ട്. ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ലോകത്തെ സന്തോഷ സൂചിക അല്ലെ, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്. അതിൽ 126. എങ്ങനെ ഓർത്തു വെക്കാം? 126. ഇന്ത്യ വളരെ പുറകോട്ടാണ്. എല്ലാറ്റിലും 100ന്റെ മുകളിലാണെന്ന് വിചാരിക്കുക. പക്ഷേ സ്വാതന്ത്ര്യ സൂചികയിൽ, ഭൗതിക സ്വാതന്ത്ര്യ സൂചികയിൽ മാത്രമാണ് ഇന്ത്യ 42ാം സ്ഥാനത്തുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാം 100ന്റെ മുകളിലാണ് എന്നാദ്യം ഓർത്തു വയ്ക്കുക. എന്നിട്ട് എങ്ങനെ 126 ഓർത്തു വെക്കാം? സന്തോഷല്ലേ. സന്തോഷം ആർക്കാ ഉണ്ടാവുക? കുട്ടികൾ ഒരു താറാവിനെയും ഒരു ആനയെയും കണ്ടു. ഒരു ആനേനെയും കണ്ടു, ഒരു താറാവിനെയും കണ്ടു. ഇതാണ് ആന. ആനയുടെ തുമ്പിക്കൈയാണ് ഈ 6, താറാവ് ഈ 2. അപ്പൊ ആ 26 ഓർത്തു വെച്ചാൽ മതി. അപ്പൊ സന്തോഷമായി കുട്ടികൾക്ക്. 126. ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 116. പിന്നെ വരുന്നുണ്ട് 6 അല്ലെ, 116. അതിൽ നിന്ന് 10 എണ്ണം കുറച്ചാൽ എന്തായി? സമാധാനമായി. സന്തോഷത്തിൽ നിന്ന് 10 എണ്ണം കുറച്ചാൽ എന്തായി മാറി? സമാധാനമായി. ഓക്കെ, അപ്പോ ആ കുട്ടികളോടൊക്കെ സന്തോഷം കൊണ്ട് കുട്ടികൾ തുള്ളിച്ചാടുമ്പോൾ നമ്മൾ 1, 2, 3, 4 അല്ലാതെ തുള്ളിച്ചാടുന്നത്. എല്ലാവരും സമാധാനാവും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 10 എണ്ണത്തിൻ്റെ ഉള്ളിൽ എല്ലാവരും വട്ടമിട്ടിരിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ കുട്ടികളായിട്ട് ടൂറിന് പോവുക. ഇപ്പൊ 10 എണ്ണം കുറച്ചാൽ 116 ആയി. ഓക്കെ,
അതുപോലെ തന്നെ സുസ്ഥിര വികസന സൂചികയിൽ 109. എങ്ങനെ ഓർത്തു വയ്ക്കും? സുസ്ഥിര വികസന സൂചികയിൽ സുസ്ഥിര വികസനം ഇന്ത്യയുടെ സ്ഥാനം എന്താണ് എന്നാണ് ചോദ്യം. സുസ്ഥിര വികസനത്തിൽ ഇന്ത്യ വട്ടപൂജ്യമാണ്, വളരെ പിറകോട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വട്ടപൂജ്യം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് വികസനത്തെ എത്താൻ വേണ്ടിയിട്ട് ഒരു ഉദ്ഘാടനമൊക്കെ നടന്നു. ഉദ്ഘാടനങ്ങളൊക്കെ ധാരാളം നടക്കുന്ന നാടാണല്ലോ. അതിനുവേണ്ടി ബലൂണുകൾ ഉയർത്തി വികസന പദ്ധതികൾക്ക് വേണ്ടി ഒരുപാട് ഉദ്ഘാടന മാമാങ്കങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാലും സുസ്ഥിര വികസനത്തിന്റെ കാര്യത്തിൽ അപ്പൊ 0, പിന്നെ ഒരു ബലൂൺ ഉയർത്തി വികസനം നടക്കുന്നത് 109. ഓക്കെ. ഇനി രാജ്യാന്തര ബൗദ്ധിക സ്വാതന്ത്ര്യ അല്ലട്ടാ രാജ്യാന്തര ഭൗതിക സ്വത്ത് സൂചികയിലട്ടാ ഭൗതിക സ്വത്ത് സൂചികയിൽ 42ാം സ്ഥാനമാണ് ഇന്ത്യ. ഓക്കെ. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഭൗതിക സ്വത്ത് സൂചികയിൽ 42ാം സ്ഥാനം. 2024 ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീട നേട്ടത്തോടെ എത്രാമത്തെ തവണയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചാമ്പ്യന്മാരാകുന്നത്? അല്ല, ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിരന്തരമായിട്ട് കൊൽക്കത്ത നൈറ്റേഴ്സ് ആണ് നൈറ്റ് റൈഡേഴ്സ് ആണ് ചാമ്പ്യന്മാരാവുന്നത്. 3ാമത്തെ തവണയാണ് കേട്ടോ, ശ്രദ്ധിക്കണം, 3ാമത്തെ തവണയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിട്ടാണ് കിരീടം നേടിയത്. 2012ലും 14 വർഷങ്ങളിലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായിട്ടായിരുന്നു കിരീടം. അപ്പോൾ അത് ഓർത്തു വയ്ക്കുക, 3ാമത്തെ തവണയാണ് എന്നുള്ളത്. ഓക്കെ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അറിയാതെ ചേർത്തതാണ്, നിങ്ങൾക്കുള്ളതല്ല. അടുത്തത് നമുക്ക് നവകേരള കർമ്മം പദ്ധതി, അത് നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കണം. നവകേരള കർമ്മം പദ്ധതിയുടെ സെക്കൻഡാണ് കേട്ടോ. ആദ്യം നവകേരള മിഷൻ നടന്നിരുന്നു. ആ നവകേരളം പദ്ധതി ഘട്ടം 1 പൂർത്തിയായി. ഇപ്പൊ ഘട്ടം 2 ആണ്. ആ നവകേരള കർമ്മം പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ഏത്? വയോ അമൃതമാണ് നവകേരളം പദ്ധതിയിൽ ഉൾപ്പെടാത്തത്. ബാക്കിയൊക്കെ വിദ്യാകിരണം, ലൈഫ് മിഷൻ, ഹരിത കേരള മിഷൻ. നവകേരള മിഷൻ നന്നായി നിങ്ങൾ ശ്രദ്ധിക്കണേ. നവകേരള മിഷൻ എന്ന് പറഞ്ഞാൽ, നവകേരള കർമ്മ പദ്ധതി എന്ന് പറഞ്ഞാൽ പ്രധാനമായും 4 മിഷനും ഒരു പദ്ധതിയുമടക്കം 5 മിഷനാണെന്ന് പറയാം. കർമ്മ പദ്ധതിയുടെ കീഴിലെ മിഷൻ ഹരിത കേരളം മിഷൻ, മണ്ണ് ജല സംരക്ഷണം, മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, കാർഷിക വികസനം, അതാണ് ഹരിത കേരളം മിഷൻ. അതുപോലെ തന്നെ ലൈഫ് മിഷൻ, സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി. ആർദ്ര മിഷൻ പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളുടെ പുരോഗതിക്കായുള്ള ദൗത്യം. ഇതൊക്കെ തന്നെ നവകേരളം മിഷൻ 1ാം ഘട്ടത്തിലുണ്ട്. വിദ്യാകിരണം മിഷൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്നായിരുന്നു അന്ന് അതിന്റെ പേര്. ഇപ്പൊ വിദ്യാകിരണ മിഷനാണ്, പൊതുവിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള ദൗത്യം. ഈ ആർദ്ര മിഷൻ പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളെ എല്ലാ പദ്ധതികളെയും ഒന്നിപ്പിക്കുക, പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളെ കൂടുതൽ രോഗീ സൗഹൃദമാക്കി മാറ്റുക, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക. അതുപോലെ തന്നെ വിദ്യാകിരണ മിഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യം, അവിടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, കുട്ടികളെ എന്താ പറയുക, മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്ത് അവർക്ക് അതിജീവിക്കാനുള്ള കഴിവ്, അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷെ ഞാൻ പൊതുവായി പറയണ ലൈഫ് മിഷൻ എല്ലാവർക്കും പാർപ്പിടമാണ്. അതുപോലെ പുതിയൊരു പദ്ധതിയാണ് കേരള പുനർനിർമ്മാണ പദ്ധതി, കേരള റീബിൽഡ് അല്ലെ, പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണ ദൗത്യമാണ് കേരള പുനർനിർമ്മാണ പദ്ധതി. അങ്ങനെ ഒരു പദ്ധതിയും 4 മിഷനും അടക്കം 5 ദൗത്യങ്ങൾ ഉണ്ട്. നവകേരള മിഷൻ 2 ആണ് ഇപ്പൊ നിലവിലുള്ളത്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാവ് ആര്യാന സബലെങ്ക ആണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാവ്. അത് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവാണ്. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടമാർക്കായിരുന്നു, അതും ആര്യാന സബലെങ്കയ്ക്കാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും വനിതാ നേതാവ് ആരാണ്? സബലെങ്കയാണ്. ഓർത്തിരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ്. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി മാറിയ, ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചോളൂ, ശാരദാ മുരളീധരനാണ്. ശാരദാ മുരളീധരൻ കേരളത്തിലെ 49ാമത്തെ ചീഫ് സെക്രട്ടറിയാണ്. അപ്പൊ PSCക്ക് ഒരു ചോദ്യം ചോദിക്കാം, കേരള ചീഫ് സെക്രട്ടറി പദവി വഹിക്കുന്ന 5ാമത്തെ വനിതയാട്ടാ ശാരദാ മുരളീധരൻ. ഇതിനുമുണ്ടായിരുന്നത് പത്മ രാമചന്ദ്രൻ, നീല ഗംഗാധരൻ, ലിസി ജേക്കബ്, നളിനി നെറ്റോ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. 48ാമത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ വി വേണുവിന്റെ ഭാര്യയാണ് ആര്? ശാരദാ മുരളീധരൻ. 2024 വൈഷ്ണവം സാഹിത്യ പുരസ്കാരം, മറ്റ് പുരസ്കാരങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർത്തിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ പഠിച്ചു വെക്കാൻ നിങ്ങൾ റിവിഷൻ കഴിഞ്ഞ് പോയിട്ടുണ്ടാവുമല്ലോ. അത് R രാമചന്ദ്രൻ നായരാണ്. കവി വിഷ്ണുനാരായൺ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരമാണിത്. 3ാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരമാണ് തുളസീവനം രാമചന്ദ്രൻ ലഭിച്ചത്. 1,11,111 ഉറുപ്പ്യുണ്ട്. അതുകൊണ്ട് തന്നെ വൈഷ്ണവം പുരസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് കേട്ടോ.
പിന്നെ നിലവിലെ ഇന്ത്യൻ നാവികസേനാ മേധാവി അതും കൂടി ഓർത്തു വെക്കുക, ദിനേശ് ത്രിപാഠിയാണ്, ദിനേശ് കുമാർ ത്രിപാഠി കേട്ടോ. ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ ആണ്, അതൊന്ന് ഓർത്തു വെക്കുക. സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ. ഓക്കെ. കരസേനാ മേധാവി ഓർത്തു വെച്ചോളൂ, ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. അതുപോലെ തന്നെ എയർ ചീഫ് മാർഷൽ AP സിംഗ് ആണ് ഇപ്പോഴത്തെ വ്യോമസേനാ മേധാവി. അപ്പൊ വ്യോമസേനാ മേധാവി AP സിംഗ് ഒന്ന് ഉറപ്പിച്ചു വെക്കുക. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദ, അതുപോലെ തന്നെ സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ, അതുപോലെ തന്നെ ദിനേശ് കുമാർ ത്രിപാഠി നാവികസേനാ മേധാവി. സംയുക്ത സേനാ മേധാവിനെ മറക്കണ്ട, അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന കാങ്കസന്തുറൈ തുറമുഖം ഏത് രാജ്യത്താണ്? ശ്രീലങ്ക. ഞാൻ കാരണം ശ്രീലങ്ക അതുപോലെ തന്നെ നിങ്ങൾ ബംഗ്ലാദേശ് ഇതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും ഓർത്തു വെച്ചോളൂ കേട്ടോ. അതിന് വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. കാരണം അവിടെയൊക്കെ ഇപ്പോൾ അടുത്ത് ഭരണമാറ്റവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. അതുകൊണ്ട് ഒരു ചോദ്യകർത്താവിൻ്റെ മനസ്സിലേക്ക് അത് വരും. അപ്പോഴാണ് ഇന്ത്യ അവിടെ ഒരു തുറമുഖം ഉണ്ടാക്കിയെന്ന് കാണുക. അപ്പോൾ കാങ്കസന്തുറൈ തുറമുഖം അങ്ങനെ ആലോചിച്ച് വെക്കുക. അത് ശ്രീലങ്കയാണ്, ശ്രീലങ്കയുടെ വടക്കൻ മേഖലയിലാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഉച്ചകോടികൾ, ഇപ്പോൾ G20 ഉച്ചകോടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, നമ്മൾ വിശദമായി പഠിച്ചതാണ്. G20 ഉച്ചകോടി നിങ്ങൾ ഓർത്തു വെച്ചോളൂ, കഴിഞ്ഞ കൊല്ലം നടന്നു വിചാരിച്ചിട്ട് മാറ്റിവെക്കേണ്ട. 2024 ഫെബ്രുവരിയിൽ നടന്ന ലോക സാർക്ക് ഉച്ചകോടി, സാർക്ക് ഉച്ചകോടിയുടെ വേദി അതേതാണ്? ദുബായ് ആണ്. ഭാവി സർക്കാരുകളെ രൂപപ്പെടുത്തുക എന്ന പ്രമേയത്തിൽ നടന്ന ഉച്ചകോടിയിലാണ് നരേന്ദ്രമോദി ഉൾപ്പെടെ 20-ലേറെ തലവന്മാരാണ് പങ്കെടുത്തത്. ഇന്ത്യ, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളെയാണ് ലോക സർക്കാർ ഉച്ചകോടിയിൽ അതിഥികളായി പ്രഖ്യാപിച്ചത്. 120-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ആഗോള സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇത്തവണത്തെ ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്ത ബോളിവുഡ് താരമാണ് ഷാരൂഖ് ഖാൻ. അപ്പോൾ അതാരാണ്? ഷാരൂഖ് ഖാൻ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കഴിഞ്ഞു. ഞാനൊന്ന് സ്പീഡ് പോയിട്ടുണ്ട്. സ്പീഡ് പോകാനുള്ള കാരണം എന്താണ്? നമ്മൾക്ക് കുറഞ്ഞ നേരം കൊണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുക, നോട്ട് എടുക്കുക, നന്നായിട്ട് പഠിക്കുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി പറയാനുള്ളത്, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എക്സാമിനോടനുബന്ധിച്ചുള്ള ക്രാഷ് കോഴ്സുകൾ, ക്ലാസ്സുകൾ, അതുപോലെ അവിടെ നിരന്തരം ക്ലാസ്സുകളും എക്സാമും നടക്കുന്നുണ്ട്. അതിലൊക്കെ ചേരാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ചേർന്നു.